താലി. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോഴും ശ്രീയുടെ കണ്ണുകൾ തേടിയത് മിത്തുവിനെയായിരുന്നു. എഴുന്നേറ്റപ്പോൾ മുതൽ ഇതുവരെ കണ്ടിട്ടില്ല. ഒളിച്ചുകളിയാണെന്ന് വ്യക്തം. എന്നാലും ഇത്രയും നേരം അടക്കി നിർത്തിയിരുന്ന ദേഷ്യം അറിയാതെയെങ്കിലും അമ്മയ്ക്ക് മുൻപിൽ വെളിവാകുമെന്ന് തോന്നിയപ്പോൾ കഴിപ്പ് നിർത്തി അവൻ എഴുന്നേറ്റു. എന്താ ശ്രീ ഇത്? ആകെ 3 ഇഡ്ഡലിയാണ് തന്നത്. അതിൽ 2 എണ്ണം ബാക്കി വെച്ചിരിക്കുന്നു. കൊണ്ടുവച്ച കോഫിയും ദാ അതുപോലെ. നിനക്ക് എന്താടാ ചെക്ക, ദാഹമൊന്നില്ലേ? മതിയമ്മേ, വയറ് നിറഞ്ഞു. കൈ കഴുകി ടവലിൽ തുടച്ചവൻ കൊണ്ടുപോകാനായി എടുത്തു വെച്ച ബാഗിൽ ലാപ്പ് വെച്ചു. ആഹാ, ഇതിലും ഭേദം എന്റെ കുഞ്ഞിയാണല്ലോ. അവള് പോലും 2 ഇഡലി ഒരു മടിയുമില്ലാതെ കഴിക്കും. എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാ അമ്മ. സതിക്ക് മുഖം കൊടുക്കാതെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയ മകനെ അവര് കൈക്ക് പിടിച്ചു നിർത്തി. എന്താടാ? ഒരമ്മയുടെ എല്ലാ സ്നേഹവും ആകുലതയും ആ ഒരു ചോദ്യത്തിലുണ്ടായിരുന്നു. ഒന്നുമില്ലമ്മേ, സത്യമായിട്ടും വിശപ്പില്ലാഞ്ഞിട്ടാ. സതി ഒന്ന് തലയാട്ടിയതും അവൻ പുറത്തേക്ക് നടന്നു. വാതിലിൽ എത്തിയത് നിന്നു. തിരിഞ്ഞ് സതിയെ നോക്കി. എന്തോ ചോദിക്കാനായി തുടങ്ങി. പിന്നെ വേണ്ടാന്ന് വെച്ച് പോകുന്ന പോലെ തലയൊന്ന് കുടഞ്ഞ് പുറത്തേക്ക് പോയി. ഇങ്ങനൊരു ചെറുക്കൻ, വാശിക്ക് ഒരു കുറവുമില്ല. വാ തുറന്ന് ചോദിച്ചുകൂടാ ഭാര്യ എവിടെയെന്ന്. ഇനി ചോദിച്ചാൽ വല്ല മുത്തും പൊഴിഞ്ഞു വീണാലോ. അവളും മോശമൊന്നും അല്ല. എന്താടോ ഭാര്യയെ ഒരു ചിരിയൊക്കെ? അടുക്കള ഭാഗത്തു നിന്ന് കയറി വന്ന നീലൻ കാണുന്നത് ചിരിച്ചുകൊണ്ട് എന്തോ പിറുപിറുക്കുന്ന സതിയാണ്. ഓ, ഒന്നുമില്ല, ഞാൻ വെറുതെ. എവിടെ കുഞ്ഞാപ്പി? ദോ വരുന്നുണ്ട്. നീലൻ പിന്നിലേക്ക് കാണിച്ചതും സതി അല്പം എത്തി വലിഞ്ഞു നോക്കി. കുഞ്ഞി കയ്യിലൊരു ബാസ്ക്കറ്റുമായി കയറി വരുന്നുണ്ട് പെണ്ണ്. അടുക്കളയുടെ പിന്നാമ്പുറത്തായി കൊച്ചൊരു പച്ചക്കറിത്തോട്ടമുണ്ട് ഏട്ടന്. വെണ്ടയും പാവലും തക്കാളിയും മുളകും ഒക്കെയായി കുറച്ചധികം പച്ചക്കറികൾ. ഗ്രോ ബാഗിൽ ചെറിയൊരു കായ്ച്ച പ്ലാവ് പോലും ഉണ്ട് ആശാന്. അവിടുത്തെ ഇന്നത്തെ വിളവെടുപ്പാണ് മോളുടെ ആ കൂടയിൽ. അവൾക്കും ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അപ്പൂപ്പന്റെ കൂടെ ഉണ്ടാവും എപ്പോഴും. നിത്യവൈദ്യനം ഇന്ന് തന്നെ എടുക്ക് ദേവി. ഒരു വെഴിക്കിനുള്ളതുണ്ടെന്ന് തോന്നുന്നു. സതി ആ ബാസ്ക്കറ്റ് വാങ്ങിയതും കുഞ്ഞി ഓടി മുറിയിലേക്ക് പോയി. കുഞ്ഞാണ്ടി, പതുക്കി ഓട്. എവിടെയും പോയി മുട്ടും വാവേ. നോ. എന്ത് പറഞ്ഞാലുമുണ്ട് പെണ്ണിനൊരു നോ. സതി പറഞ്ഞുകൊണ്ട് തിരിയുമ്പോഴും നീലൻ അതുപോലെ നിൽപ്പുണ്ട്. എന്താ ഏട്ടാ? അതാ ഞാനും ചോദിച്ചത്. എന്ത്? എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ തന്റെ മുഖത്തൊരു വല്ലാത്ത ചിരിയുണ്ട്. എന്താ ദേവി കാര്യം? ഓ, അതോ, അത് പിന്നെ ശ്രീകുട്ടന്റെയും മിത്തുവിന്റെയും കാര്യം ആലോചിച്ച് അങ്ങ് ചിരിച്ചു പോയതാ ഏട്ടാ. എന്ത് കാര്യം? അത് രസാ. സതി ചിരിച്ചുകൊണ്ട് ഇന്നലത്തെ മിത്തുവിന്റെയും ശ്രീയുടെയും കോളേജിൽ പോക്കും അവള് പറഞ്ഞത് അവൻ കേട്ടതുമൊക്കെ അതുപോലെ നീലനോട് പറഞ്ഞു കൊടുത്തു. ഓ, അപ്പൊ അതാണോ ആശാട്ടി ഇന്നലെ രാത്രിയൊക്കെ പെറുക്കിക്കെട്ടി ഇങ്ങോട്ട് പോന്നത്? നീലൻ ചിരിച്ചുകൊണ്ട് സ്ലാബിലേക്ക് കയറിയിരുന്നു. ആന്നേ, അപ്പു മുതൽ പെണ്ണ് പേടിച്ചിട്ട് അവന്റെ മുന്നിൽ പോയി പെട്ടിട്ടില്ല. രാത്രിയായപ്പോ പിന്നെ എന്റെ അടുത്ത് വന്ന് കിടന്നു. രാവിലെ പിന്നെ സന്തോഷ് വിളിച്ചെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. ആ ബെസ്റ്റ്. രാവിലെ അവളെ കാണാൻ അവന് നല്ല ദേഷ്യം വന്നു തോന്നും. എഴുന്നേറ്റിട്ട് പതിവില്ലാതെ 5-6 തവണ ഇതുവഴിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് ചോദിക്കട്ടെ എന്ന് കരുതി ഞാനായിട്ട് ഒന്നും പറയാൻ പോയില്ല. എന്നിട്ടെന്താ, വാശി കാണിച്ച് ഒന്നും കഴിക്കാതെ ദേഷ്യപ്പെട്ടു പോയി. ഷെടാ, ഇവന്റെ ഒരു കാര്യം. പിന്നെ നീയും മോശമല്ല കേട്ടോ ദേവി. ഞാനെന്ത് ചെയ്തു? സതി ഇത്തിരി ദേഷ്യത്തോടെ അയാളെ നോക്കി. നിനക്ക് മോള് സന്തോഷ് വിളിച്ചിട്ട് അവിടെ പോയെന്നൊന്ന് പറഞ്ഞിരുന്നേൽ അവൻ ഇത്രയും ദേഷ്യം വരുമായിരുന്നോ ദേവി? ഓ പിന്നെ, അത് ഭാര്യയും ഭർത്താവിന്റെ ഇടയിലുള്ള പ്രശ്നമാ. അതെ, അവര് തന്നെ അങ്ങ് തീർത്തോളും. ഞാൻ അതിലിടപെടേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ മിസ്റ്റർ ഹസ്ബൻഡ്? നീലനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് സതി കയ്യിലിരുന്ന പാലുമായി മോൾക്കരിയിലേക്ക് പോയി. ഇതൊക്കെ കാണുമ്പോഴാണ് അവൻ ഇവളുടെ മാത്രം മോനാണെന്ന് തോന്നിപ്പോകുന്നത്. ചില നേരം അമ്മയ്ക്കും മോനും പിള്ളേരുടെ സ്വഭാവമാണ്. വെളിവുമില്ല വെള്ളിയാഴ്ചയുമില്ല. നീലൻ കൈക്ക് തല കൊടുത്ത് അതുപോലെ അവിടെ നിന്നു. മോൾക്ക് പാലും കൊടുത്ത് കുളിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കട്ടിലിരിക്കുന്ന മിത്തുവിനെ സതി കാണുന്നത്. തീർന്നു നിന്റെ ഒളിച്ചുകളി? കുഞ്ഞിനെ തല തുടച്ചുകൊണ്ട് സതി അവൾക്ക് മുന്നിലേക്ക് ചെന്ന് എന്ന് ചോദിച്ചു. ഒളിച്ചുകളിയോ? ആര്? വെപ്രാളത്തോടെ എഴുന്നേറ്റവൾ കുഞ്ഞിന്റെ അലമാര തുറന്ന് ഡ്രസ്സ് എടുക്കാൻ തുടങ്ങി. ആരാ ഇവിടെ ഇപ്പൊ കണ്ണുപൊത്തി കളിക്കുന്നേ? മിത്തു ഒന്നും മിണ്ടാതെ കുഞ്ഞെ എടുത്ത് പൗഡർ ഇടിക്കാൻ തുടങ്ങി. പറയടി കുഞ്ഞി, ആരാ ഇവിടുത്തെ കള്ളി? മിത്തുവിനെ കണ്ണെറിഞ്ഞ് മോളെ നോക്കി സതി ചോദിച്ചു. അത് പിന്നെ അത് അമ്മക്കോയിയാ കള്ളി. അതും പറഞ്ഞ് കുഞ്ഞു ചാടി സതിയുടെ തോളിലേക്ക് കയറി. അല്ലെങ്കിൽ മിത്തുവിന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് അവൾക്കറിയാം. കുഞ്ഞി, സൂക്ഷം പോലെ അവളത് കേട്ടതും വിളി തിരിച്ചെത്തി.
ഞാനല്ല, അച്ഛയാ പറഞ്ഞെ അമ്മക്കള്ളീന്ന്. കുഞ്ഞി പാവം അല്ലേ അച്ഛമ്മേ? അവളെ നോക്കി കുഞ്ഞിച്ചുണ്ട് മലർക്കെ പിളർത്തി. ഒരച്ഛനും മോളും രണ്ടും കൊള്ളാം, കൂട്ടിനിപ്പോ ഒരച്ഛമ്മയും. മിത്തു സതിയെ നോക്കിയൊന്ന് ചുണ്ടുകൂട്ടി കട്ടിലിന്റെ സൈഡിലേക്ക് മാറിയിരുന്നു. അവളുടെ ആ കുറുമ്പും വാശിയും ആസ്വദിച്ച് സതി കുഞ്ഞിയെ നോക്കി. പാല് കൊടുത്തിട്ട് കുളിപ്പിച്ചോണ്ടാകും സതി ഒരുക്കുമ്പോൾ തന്നെ മോള് കോട്ടുവായിട്ട് തുടങ്ങിയത്. അല്പം കഴിഞ്ഞതും കുഞ്ഞി ഉറങ്ങി. അവളെ കട്ടിലിൽ വൃത്തിയായി കിടത്തിക്കൊണ്ട് സതി പുറത്തേക്കിറങ്ങി. പിന്നാലെ മിത്തു. നീ കഴിച്ചിരുന്നോ? വേണ്ടമ്മ, വിശപ്പില്ല. ആഹാ, ഇതൊരു പകർച്ചവ്യാധിയാണോ? മനസ്സിലാവാത്ത പോലെ മിത്തു സതിയെ നോക്കി. അല്ല, നിന്റെ ഭർത്താവ് ഒന്നും കഴിക്കാതെയാ പോയത്. ഏ, ശ്രീയിടം കഴിച്ചില്ലേ? അവളെ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, വിശപ്പില്ല പോലും. ഇഡലി ഇഷ്ടാണല്ലോ, പിന്നെന്താ കഴിക്കാഞ്ഞേ? മിത്തു തത്തി പെറുക്കി നിന്നതും സതി ഒന്ന് ചിരിച്ചുകൊണ്ട് ജോലി തുടങ്ങി. ഒപ്പം കൂടുന്നുണ്ടായിരുന്നെങ്കിലും മിത്തുവിന്റെ മനസ്സിൽ അതൊന്നും ആയില്ലെന്ന് കുറച്ചു നേരത്തിനുള്ളിൽ സതിക്ക് മനസ്സിലായി കഴിഞ്ഞു. അതിനെ ചോദ്യം ചെയ്യാനോ കൂടുതൽ എന്തെങ്കിലും ചോദിച്ചു ബുദ്ധിമുട്ടിക്കാനോ നിൽക്കാതെ സതി അവളെ വെറുതെ വിട്ടു. ഉച്ചയ്ക്ക് പതിവില്ലാതെ വീട്ടിലെ നമ്പർ കണ്ടിട്ടാണ് ശ്രീ ഫോൺ എടുത്തത്. ചെവിയിലോട്ട് അത് വെച്ച് ഹലോ പറഞ്ഞില്ല, അതിനു മുന്നേ കേട്ടു. അച്ഛേ. അച്ഛയുടെ കുഞ്ഞി. ഒന്ന് ഞെട്ടിയെങ്കിലും ശ്രീ അരുമയോടെ മോളെ വിളിച്ചു. അച്ഛ ഫുഡ് കഴിച്ചോ? ഏ, ഇതെന്താപ്പോ? മോള് പൊതുവെ വിളിക്കാറുണ്ടെങ്കിലും ആരുടെയെങ്കിലും മൊബൈലിൽ നിന്നാണ് വിളിക്കുന്നത്, അതും വീഡിയോ കോൾ മാത്രം. ആദ്യമായിട്ടാണ് ലാൻഡ് ഫോണിൽ നിന്നും ഇങ്ങനെയൊരു വിളി, ഒപ്പം പതിവില്ലാത്തൊരു ചോദ്യവും. ഇതിനിടയിൽ മോളോട് പതിയെ ആരോ എന്തോ പറഞ്ഞു കൊടുക്കുന്ന പോലെ തോന്നി ശ്രീക്ക്. കുറച്ചു നേരം വേണ്ടി വന്നു ശ്രീക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവാൻ. അവൻ ചെവി കൂർപ്പിച്ചു. ഞാൻ ചോദിച്ചു, അച്ഛ മിണ്ടുന്നില്ല ദേവു. ഈ അടുത്തായി കുഞ്ഞിക്ക് ദേവദേവുവാണ്. ഒന്നൂതേ ചോദിക്കൂ, പിന്നെ നാ ഫോൺ വെക്കും. എന്തൊക്കെയോ അവിടെ പയ്യനെ ചോദിക്കുന്നത് കേൾക്കാം. അച്ഛേ, കഴിച്ചോ? ഈ തവണ മോൾക്ക് അവൾ പറഞ്ഞു കൊടുക്കുന്നത് ശ്രീ ശരിക്കും കേട്ടു. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഉള്ളിൽ അതുവരെ മൂടിക്കെട്ടിരുന്ന സകല സങ്കടങ്ങളും ഒഴിഞ്ഞു മാറുന്ന പോലൊരു ചിരി. ഓഹോ, അപ്പൊ അങ്ങനാണ് കാര്യങ്ങൾ. ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന സന്തോഷം മറച്ചു വെച്ചുകൊണ്ട് ശ്രീ ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു. അച്ഛ കഴിച്ചില്ലല്ലോ കുഞ്ഞോ? അതെന്താ? മോളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി മിത്തു ആണ് ചോദിച്ചത്. വിശപ്പില്ല. അതെന്താ വിശപ്പില്ലാത്തെ? ശ്രീയേട്ടൻ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. മിത്തു മോളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അരിശത്തോടെ ചോദിച്ചു. ഞാൻ അല്പം തിരക്കില്ല. കൂടുതലൊന്നും പറയാതെ അവൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പൊ ഞാൻ കഴിച്ചില്ലേൽ മോൾക്ക് പൊള്ളും. ഇമ്മിണി പൊള്ളട്ടെ. നിനക്കേ എന്റെ മുൻപിൽ വരാൻ വയ്യ, പക്ഷെ മോളെ കൊണ്ട് വിളിപ്പിക്കാൻ പറ്റും. വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ. ഫോണിലെ സ്ക്രീൻ ലോക്കിൽ മിത്തുവിന്റെയും മോളുടെയും ഫോട്ടോയിലേക്ക് നോക്കി ചിരിയോടെ അവൻ ഫോൺ പോക്കറ്റിലിട്ടു. അതേസമയം ഒന്നും പറയാതെ അവൻ ഫോൺ വെച്ചതിന്റെ ദേഷ്യത്തിലായിരുന്നു മിത്തു. അഹങ്കാരം, അഹങ്കാരം മാത്രമേ ഉള്ളൂ കയ്യിൽ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് വെച്ചാലെന്താ? അല്ലേലും ഇതിനോടൊക്കെ എന്തെങ്കിലും ചോദിക്കാൻ പോയ എന്നെ വേണം തല്ലാൻ. മിത്തു വാശി കാണിച്ച് സെറ്റിയിലേക്ക് കയറിയിരുന്നു. ചിന്തകൾ പെട്ടെന്ന് തലേ രാത്രിയിലേക്ക് പോയി. ഇന്നലെ ഇന്നലെ പെട്ടെന്ന് ശ്രീയേന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാതെ അങ്ങനൊക്കെ വന്നപ്പോൾ പേടിച്ചുപോയി. ഒപ്പം ഇന്ന് വരെ അറിയാത്ത മറ്റെന്തൊക്കെയോ വികാരങ്ങളും. ആ സമയത്ത് താനൊരു മായിക ലോകത്തായിരുന്നു. അവിടെ താനും ശ്രീയേട്ടനും മാത്രം. മനസ്സിനുള്ളിൽ താൻ അറിയാത്ത എന്തൊക്കെയോ പ്രത്യേകതകൾ ബാക്കിയുണ്ടെന്ന് ഇന്നലെ ആ കുറച്ച് നിമിഷങ്ങൾ തനിക്ക് കാണിച്ചു തന്നു. കുഞ്ഞിയുടെ അച്ഛനിൽ നിന്നും ശ്രീയേട്ടൻ തനിക്ക് മറ്റാരൊക്കെയോ ആയി മാറിയിരിക്കുന്നു എന്ന് താൻ തിരിച്ചറിഞ്ഞ നിമിഷം. അതും പ്രണയം. ഇനിയും തനിക്കുള്ളിൽ ഒരു പ്രണയമോ? ഭയന്നുപോയി. ആ പേടിയിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരുന്നു ഇതുവരെ. പക്ഷേ ശ്രീയേട്ടനൊന്നും കഴിച്ചില്ലെന്നറിഞ്ഞപ്പോൾ, ആള് ഭയങ്കര മൂടിയാണെന്ന് അമ്മയിൽ നിന്നും കേട്ടപ്പോൾ എന്തോ സഹിക്കാൻ പറ്റിയില്ല. അതാണ് മോളെ കൊണ്ട് വിളിപ്പിച്ചത്. മിത്തു തലയ്ക്ക് കയ്യും താങ്ങി അങ്ങനെയിരുന്നു. എന്താ ദേവി ഇവിടെ നടക്കുന്നേ? മിത്തുവിനെ നോക്കി അടുക്കളവാതിൽ നിൽക്കുന്ന സതിക്കരികിലേക്ക് ചെന്ന് പതിയായിരുന്നു നീലന്റെ ആ ചോദ്യം. അതോ? അതൊന്നുമില്ല, ചില കുടുംബകലഹങ്ങൾ. സതി അയാളെ നോക്കിയൊന്ന് ചിരിച്ചു. ഉച്ചയ്ക്ക് മോൾക്കൊപ്പം സതിയും നീലനും കുറച്ചുനേരം കിടന്നുറങ്ങുന്ന പതിവുണ്ട്. ഇന്നും അതുപോലെ അല്പനേരം കിടന്നു. ഉറക്കം എഴുന്നേറ്റ് വരുമ്പോഴും മിത്തു അതുപോലെ തന്നെ പുറത്തിരിപ്പുണ്ട്. വൈകുന്നേരം ചായ കൂടി കഴിഞ്ഞപ്പോൾ മുതൽ മിത്തുവിന്റെ കണ്ണുകൾ വാതിലിലാണ്. അത് ശ്രീക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ ആ അമ്മയ്ക്കും അച്ഛനും അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. പക്ഷെ ശ്രീ പതിവ് സമയത്തിന് വീട്ടിൽ വന്നില്ല. നേരം പോകുന്തോറും മിത്തുവിന് ടെൻഷൻ ആവാൻ തുടങ്ങി. ഫോൺ വിളിച്ചിട്ടൊട്ട് കിട്ടുന്നുമില്ല. അവസാനം മിത്തു സതിക്കരികിലേക്ക് എത്തി. അമ്മേ. എന്തടാ? ശ്രീയേട്ടൻ താമസിക്കുന്നു വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ, എന്തുപറ്റി? അത് പിന്നെ എന്നും 5 മണിയാകുമ്പോ വരുന്നതല്ലേ, ഇന്നിപ്പോ ഇത്രയും നേരമായില്ലേ?
ലേറ്റ് ആകുമെങ്കിൽ ഒന്ന് സാധാരണ പറഞ്ഞിട്ടല്ലേ പോകുന്നത്? അല്ലേ വിളിച്ചു പറയാമല്ലോ. ഇന്ന് പക്ഷേ കോളേജിൽ എന്തെങ്കിലും തിരക്ക് വന്ന് പെട്ട് കാണും. നീ ടെൻഷൻ ആവണ്ട, അവനിങ്ങി വന്നോളും. സാദി തിരിഞ്ഞിരുന്ന് കുഞ്ഞിനൊപ്പം ബിൽഡിംഗ് ബ്ലോക്സ് കൊണ്ട് വീടുണ്ടാക്കാൻ തുടങ്ങി. മിത്തു പിന്നെയും വാതിൽപ്പടിയിൽ പോയിരുന്നു. സതി അത് കണ്ട് മോളെ നീലനെ ഏൽപ്പിച്ച് അവൾക്കരികിലേക്ക് ചെന്നിരുന്നു. മിത്തു, പറഞ്ഞോ അമ്മേ. എന്താ മോളെ, നീ എന്താ ഇങ്ങിരിക്കുന്നേ? എനിക്ക് എനിക്ക് പേടിയാവുന്നു. ശ്രീയണ്ണൻ എന്താ അമ്മേ ലേറ്റ് ആവുന്നേ? പേടിക്കുന്ന എന്തിനാ? ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയാൽ പോരെ? ഓഫാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയ്യേ, ഇത്രയും ചെറിയ കാര്യത്തിനാണോ ഇങ്ങനെ കരയുന്നത്? ചിലപ്പോൾ ഫോണിന്റെ ചാർജ് തീർന്നുപോയി കാണും. അവൻ ശ്രദ്ധിച്ചു കാണില്ല. അതിനാണോ ഇങ്ങനെ നിലവിളിക്കുന്നത്? നിന്നെ കൊണ്ട് തോറ്റല്ലോ മോളെ, കരയാതെ നിക്കടി. അമ്മേ. ഉം ഞാൻ എനിക്കമ്മേ, എനിക്കൊരു കാര്യം. അവൾ പറയാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന പോലെ തോന്നി. മിത്തു, അമ്മയ്ക്കറിയാം മോളുടെ മനസ്സിൽ എന്തൊക്കെയോ ആശയക്കുഴപ്പങ്ങൾ വന്നു പെട്ടിട്ടുണ്ടെന്ന്. അമ്മയോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഒരു കേൾവിക്കാരിയെ പോലെ അമ്മ നിന്നെ കേൾക്കാം. അതമ്മേ, ഞാൻ ശ്രീയേട്ടനെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. അവളുടെ ശബ്ദം വല്ലാതെ നേർത്തിരുന്നു. ആഹാ, അതൊരു നല്ല കാര്യമല്ലേ? അവരുടെ മുഖം വിടർന്നു. ആണ്, പക്ഷേ അപ്പുവാണോ മോളുടെ പ്രശ്നം? ഉള്ളിലുള്ളത് അതുപോലെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ മിത്തു ഒന്ന് പതറി. പിന്നെ അതേന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. മിത്തു, അപ്പു മോളുടെ പാസ്റ്റാണ് മോളെ, ശ്രീ പ്രസന്റും. അറിയാം അമ്മേ, ഒരെന്നാലും ഇല്ല മിത്തു. മോള് അപ്പുവിനെ ഒരിക്കൽ സ്നേഹിച്ചത് ആത്മാർത്ഥമായി തന്നെയായിരുന്നു. പക്ഷെ വിധി അത് നിങ്ങളെ പിരിച്ചു, അല്ലേ? അവള് തലയാട്ടി. അതിൽ മോളുടെ തെറ്റ് എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല. എന്നിട്ടും ഒരു തെറ്റും ചെയ്യാതെ ആ ബന്ധത്തിന്റെ പേരിൽ നീ ഒരുപാട് അനുഭവിച്ചു തീർത്തില്ലേ കുഞ്ഞെ? അന്ന് അപ്പു നിനക്കൊപ്പം ഉണ്ടായിരുന്നോ മോളെ? ഇല്ല. അങ്ങനെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും നിനക്കൊപ്പം ഇല്ലാതിരുന്ന ഒരാളെ പറ്റി ചിന്തിച്ച് എന്തിനാ മോളെ ഇന്നത്തെ നിന്റെ സന്തോഷങ്ങൾ തല്ലിക്കെടുത്തുന്നത്? അപ്പുവിനെ മോൾക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ലായിരിക്കും. പക്ഷെ അതൊരിക്കലും മോളുടെയും ശ്രീയുടെയും ഇപ്പോഴത്തെ ബന്ധത്തെ ബാധിക്കാൻ ഇടയുണ്ടാകരുത്. ശ്രീക്ക് മോളെന്ന് വെച്ചാൽ ജീവനാണ്. ഇന്ന് നീയും മോളുമാണ് അവന്റെ ലോകം തന്നെ. എന്നിട്ടും അവൻ ഒരിക്കലും ആ സ്നേഹം നിന്നിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം, അല്ലേ? അങ്ങനെ അവൻ ചെയ്യാതിരിക്കുന്നത് എന്താണെന്ന് മോൾക്കറിയാമോ? അവൾ ഇല്ലെന്ന് തലയാട്ടി. എന്നെങ്കിലും മോള് അവന്റെ ഉള്ളിലുള്ള സ്നേഹം തിരിച്ചറിഞ്ഞ് അവനെ സ്നേഹിക്കാൻ വേണ്ടി ആ കാത്തിരിപ്പാണിപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഇന്ന് നിനക്ക് അവനെയും അവനുള്ളിലെ സ്നേഹവും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോ നീ മറ്റൊരാളുടെ പേരും പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം നശിപ്പിക്കരുത്. വേദനിക്കുന്ന ഓർമ്മകളെ മറവിക്ക് വിട്ടുകൊടുക്കും മോളെ. പിന്നെ ഒരുപാട് നേരം സതിയും മിത്തുവും സംസാരിച്ചു. അവസാനം സതി എഴുന്നേറ്റ് പോകുമ്പോൾ മിത്തുവിന്റെ മനസ്സിലെ കാർമേഘം മുഴുവനും ഒഴിഞ്ഞു പോയിരുന്നു. തെളിഞ്ഞ ആകാശത്തിലെ സൂര്യനെ പോലെ ശ്രീയുടെ മുഖം അവിടെ ജ്വലിച്ചപ്പോൾ ഹൃദയം അവനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞിരുന്നു. അപ്പൊ കാണാവേ, നിറയെ ഇഷ്ടത്തോടെ നന്ദുവച്ചു കൃഷ്ണ. അപ്പോ അടുത്ത ഭാഗവുമായിട്ട് വേഗം വരാം. കഥ ഇഷ്ടമാകുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സഹായിക്കണേ. നന്ദി.